ബഹുമാനപ്പെട്ട സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരവും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരവും നമ്മൾ രാമനാട്ടുകര നഗരസഭയിലെ മുഴുവൻ ഈ 32 ഇലക്ഷൻ ബൂത്തുകളും ഹരിത ബൂത്തുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ ഹരിത ബൂത്തുകളിലെല്ലാം നമ്മൾ മാലിന്യം തരംതിരിച്ച് സൂക്ഷിക്കുന്നതിനായിട്ട് വല്ലക്കൊട്ടകളും അതുപോലെ തന്നെ പോളിംഗ് ബൂത്തിനകത്ത് മറ്റ് ബിന്നുകളും സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പോളിംഗ് ഡ്യൂട്ടിക്കായിട്ട് വരുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും അവിടുത്തെ മാലിന്യം ഏറ്റവും കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് അവിടെ നമ്മൾ കുടുംബശ്രീ സംവിധാനം വഴി ഭക്ഷണം നേരിട്ട് വിതരണം ചെയ്യും. അത് ഒന്നും പൊതിച്ചോറോ അല്ലെങ്കിൽ അത്തരം പൊതിയോ അല്ലാതെ നേരെ കണ്ടെയ്നറുകളിൽ കൊണ്ടുവന്നിട്ട് ടിഫിൻ കാരിയറിൽ കൊണ്ടുവന്നിട്ട് അവിടുത്തെ മുഴുവൻ സ്റ്റാഫിനും വിതരണം ചെയ്യുകയാണ്. എല്ലാ ബൂത്തുകളിലും നമ്മൾ കുടിവെള്ള സംവിധാനം നമ്മൾ നഗരസഭ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എൻട്രൻസിൽ തന്നെ നമ്മൾ അവരെ എല്ലാ ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളെയും മറ്റ് വോട്ടർമാരെയും ഒക്കെ സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ കലാരൂപങ്ങളായ തെയ്യം അതിലൊരു അട്രാക്ഷൻ വരുത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്തത്. അതുപോലെ നമ്മൾ ജനങ്ങളിലേക്ക് എന്തിനാണ് ഇത്തരം ഒരു ഹരിത ബൂത്ത് അല്ലെങ്കിൽ മാതൃകാ ഹരിത ബൂത്ത് എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാകത്തക്ക വിധം അത് നിരോധിക്കപ്പെട്ട സിംഗിൾ യൂസ് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം ഇല്ലാതാക്കലും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പോലുള്ള വസ്തുക്കളുടെ ഉപയോഗം ഒഴിവാക്കലും വലിച്ചെറിയുന്നത് ഒഴിവാക്കുക, അതുപോലെ തന്നെ മറ്റ് പല പാഴ്വസ്തുക്കളും നമുക്ക് വിലപിടിച്ച മറ്റ് വസ്തുക്കളാക്കി പുനരുപയോഗം നടത്താൻ സാധിക്കും എന്നൊക്കെയുള്ള മെസ്സേജ് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇപ്രാവശ്യത്തെ ഇലക്ഷന് വോട്ട് ചെയ്യാൻ വരുന്ന 70 വയസ്സും അതിൽ കൂടുതലുള്ള 2 ബൂത്തിലെയും ആളുകൾക്ക് നമ്മളൊരു ഓർമ്മയ്ക്കായിട്ട് ഒരു സ്മൃതി മരം നമ്മൾ നൽകുകയാണ്. പ്ലാസ്റ്റിക് വിമുക്തമായിട്ടുള്ള ഒരു ഇലക്ഷനാണ് നമ്മൾ കാണുന്നത്. എന്താ വെച്ചാൽ ഹരിതചട്ടം പാലിച്ചുകൊണ്ട് നമ്മൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകളെ പ്ലാസ്റ്റിക് ഇലക്ഷൻ ബൂത്തിലേക്ക് കൊണ്ടുവരാതെ തീർത്തും ഹരിതചട്ടം പാലിച്ചു കൊണ്ടിട്ടുള്ള ഒരു ഇലക്ഷനാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇത് നല്ലൊരു അനുഭവമായിട്ടാണ് തോന്നിയത്. കാരണം ഇവിടെ വന്നപ്പോൾ ഫുള്ള് പച്ച നിറത്തിൽ എല്ലാ അലങ്കാരം ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവങ്ങളും ഇവിടെ കാണുന്നില്ല. എല്ലാം വളരെ നീറ്റായിട്ട് നല്ല പ്രവർത്തനങ്ങളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് മരം കൊടുത്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്.